ഹായ് മക്കളെ, നമ്മുടെ +2 ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ 3 പാർട്ട് വീഡിയോസ് ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ദെൻ നമ്മൾ ഇനി ഇപ്പോൾ കടക്കാൻ പോകുന്ന ഈ ഒരു ചാപ്റ്ററിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിന്റെ നെക്സ്റ്റ് 4th പാർട്ട് വീഡിയോയിലേക്കാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പറയാ ഒവ്യൂളിന്റെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയിരുന്നത്. മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്ന ടോപ്പിക് മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെയാണ്. മൈക്രോസ്പോറോജെനസിസ് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. മൈക്രോസ്പോർ ഫോം ചെയ്യുന്ന സ്ട്രക്ചർ ആണ്. ഈ മൈക്രോസ്പോർ എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മൈക്രോസ്പോറോജെനസിസ് എന്ന് വിളിച്ചിരുന്നത്. അപ്പൊ മെഗാസ്പോറോജെനസിസ് എന്തായിരിക്കും? മെഗാസ്പോർ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആണ്. അപ്പൊ അത് ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ് മെഗാസ്പോറോജെനസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫ്രം മെഗാസ്പോറോജെനസിസ്. അപ്പൊ എന്താണ് മെഗാസ്പോറോജെനസിസ് എന്നുള്ളതാണ് ആദ്യത്തെ ആ ഒരു സെന്റൻസിൽ പറയുന്നത്. സെയിം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മൈക്രോസ്പോറോജെനസിസ് പഠിച്ചതുപോലെ തന്നെ ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ദി മെഗാസ്പോർ ഫ്രം ദി ഡിപ്ലോയിഡ് മെഗാസ്പോർ മദർ സെൽ ബൈ മിയോട്ടിക് സെൽ ഡിവിഷൻ ഇസ് കോൾഡ് മെഗാസ്പോറോജെനസിസ്. ആ ഒരു സെന്റൻസ് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. എന്താണ് മെഗാസ്പോറുകൾ, അതായത് ഹാപ്ലോയിഡ്, ബ്രാക്കറ്റിൽ N കൊടുത്തിരിക്കുന്ന കണ്ടോ, ഹാപ്ലോയിഡ് അല്ലേ, ക്രോമസോം നമ്പർ നേരെ ഹാഫ് ആയിരിക്കും. അപ്പോ ഹാപ്ലോയിഡ് കണ്ടീഷനിലുള്ള മെഗാസ്പോർസ് ഉണ്ടാവുകയാണ്. ഫ്രം എവിടുന്നാണ്? മെഗാസ്പോർ മദർ സെൽ. മൈക്രോസ്പോറോജെനസിസിൽ മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന് ഉണ്ടായതാണ് മൈക്രോസ്പോറുകൾ. ഇവിടെ മെഗാസ്പോർ മദർ സെല്ല് ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ള ആളാണ്. അപ്പൊ ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ള മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നിട്ട് ഫങ്ഷണൽ ആയിട്ടുള്ള ഹാപ്ലോയിഡ് കണ്ടീഷനിലെ മെഗാസ്പോർ ഉണ്ടാകുന്ന മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കേട്ടോ, മിയോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷനിലൂടെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് പോയിന്റിൽ വരുമ്പോൾ എന്താണ്? അറ്റ് ദി മൈക്രോപൈലാർ എൻഡ് ഓഫ് ദി ന്യൂസെല്ലസ്. നമ്മൾ ഓൾറെഡി പഠിച്ചു, നമ്മുടെ ഒവ്യൂളിന്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ അതിനൊരു മൈക്രോപൈലാർ എൻഡ് ഉണ്ട്, ഒരു ചലാസൽ എൻഡ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നതാണ്. അപ്പൊ അതിൽ എന്താണ് മൈക്രോപൈലാർ എൻഡ് എന്ന് പറയുന്ന റീജിയനിൽ വരുമ്പോൾ കണ്ടോ, ന്യൂസെല്ലസിന്റെ ആണ് കേട്ടോ. അറ്റ് ദി മൈക്രോപൈലാർ എൻഡ് ഓഫ് ദി ന്യൂസെല്ലസിന്റെ മൈക്രോപൈലാർ എൻഡിൽ എന്ത് പറ്റുന്നുണ്ട്? എ സിംഗിൾ സെൽ ഇസ് ഡിഫറൻഷിയേറ്റഡ് ആസ് എ മെഗാസ്പോർ മദർ സെൽ. ഒരു സിംഗിൾ സെല്ലായിരിക്കും എന്തായിട്ട് മാറുന്നുണ്ടാവുക? ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഒരു മെഗാസ്പോർ മദർ സെല്ലായിട്ട്, ഹാപ്ലോയിഡ് അല്ല ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ള മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറുന്നുണ്ടാവുക. 2n ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ആൻഡ് ഇറ്റ് ഹാസ് എ ലാർജ് പ്രോമിനന്റ് ന്യൂക്ലിയസ് ആൻഡ് ഡെൻസ് സൈറ്റോപ്ലാസം. ആ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് മാറുന്ന പുതിയ മെഗാസ്പോർ മദർ സെല്ലിന് സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും. സൈറ്റോപ്ലാസത്തിനകത്തൊരു ന്യൂക്ലിയസും കൂടെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടാകും. ഇനി ആ ഒരു സിംഗിൾ മെഗാസ്പോർ മദർ സെല്ലിനാണ് എന്ത് നടക്കാൻ പോകുന്നത്? ഫർദർ ഡിവിഷൻ, മിയോട്ടിക് ഡിവിഷൻ കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് പോകുന്നത്. ദ ഡിപ്ലോയിഡ് മെഗാസ്പോർ മദർ സെൽ അണ്ടർഗോസ് മിയോസിസ്. അങ്ങനെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ മദർ സെല്ലിന് എന്ത് സംഭവിക്കും? ദേ അണ്ടർഗോ മിയോസിസ്. മിയോസിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മിയോട്ടിക് സെൽ ഡിവിഷൻ അവർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാകും ടു ഫോം 4 ഹാപ്ലോയിഡ് മെഗാസ്പോർ. നമ്മൾ ടെട്രാഡ്, മൈക്രോസ്പോർ ടെട്രാഡ്, 4 മൈക്രോസ്പോർസ് ഉള്ള ടെട്രാഡ് ഉണ്ടായെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ 4 മെഗാസ്പോറുകൾ, ഹാപ്ലോയിഡ് മെഗാസ്പോറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മിയോസിസ് നടക്കുന്നത്. വിച്ച് ആർ അറേഞ്ച്ഡ് ഇൻ എ ലീനിയർ ടെട്രാഡ്. നേരെ വരിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. സോ നമുക്ക് അതിന്റെ ഫിഗർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നോക്കുക നിങ്ങൾ ഈ ഒരു ഫിഗറിലേക്ക്. ഇവിടെ ടോപ്പിൽ കണ്ടല്ലോ, ഫസ്റ്റ് ഫിഗർ കാണുന്നത് ഒരു മെഗാസ്പോർ മദർ സെല്ലിന്റെ ഫിഗർ ആണ്. മിയോസിസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പതിയെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വരിയായിട്ട് സെക്കൻഡ് കേസിലേക്ക് വരുമ്പോൾ ഒരു സെല്ലിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ദെൻ ഡിവൈഡ് ചെയ്ത് മിയോസിസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇവിടെ ലാസ്റ്റ് വരുന്ന ഫിഗറിൽ നോക്കുക, ടോപ്പിൽ 1 2 3 4 4 മെഗാസ്പോറുകൾ കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു മെഗാസ്പോർ മദർ സെല്ലിനാണ് മിയോസിസ് ഡിവിഷൻ സംഭവിച്ചു കഴിയുമ്പോൾ ഇത്രയും മെഗാസ്പോറുകൾ ഉണ്ടാവുന്നത്. ഇനി ഇതിനകത്ത് നിന്ന് എല്ലാം ഫങ്ഷണൽ ആയിരിക്കും. നമ്മളിപ്പോ മൈക്രോസ്പോറോജെനസിസ് പഠിച്ച സമയത്ത് 4 എണ്ണം ഉണ്ടാവുമെന്ന് പറഞ്ഞു മൈക്രോസ്പോറുകൾ. ഈ 4 മൈക്രോസ്പോർ എങ്ങനെ തന്നെ ആയിരിക്കും? ഫങ്ഷണൽ ആയിരിക്കും, നല്ല വർക്കിംഗ് ആയിട്ടുള്ളതായിരിക്കും. ബട്ട് മെഗാസ്പോറോജെനസിസ് നടന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ മെഗാസ്പോറുകൾ എല്ലാം ഫങ്ഷണൽ ആയിരിക്കും. നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി താഴെ വേറൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം എന്താണെന്നുള്ള സംഭവം നോക്കാം. ഓക്കെ, സോ അപ്പൊ നമ്മളൊന്ന് മൂവ് ചെയ്തിട്ട് ഇത് ഫസ്റ്റ് നമ്മുടെ മെഗാസ്പോർ മദർ സെല്ലാണ്. പതിയെ ഡിവിഷൻ സംഭവിക്കുന്നുണ്ട്. കണ്ടോ, ഡിവിഷൻ സംഭവിക്കുമ്പോൾ എണ്ണം കൂടി ഇവിടെ സെക്കൻഡ് കേസിലേക്ക് വരുമ്പോൾ സെല്ലിന്റെ എണ്ണം ഡിഫറൻസ് വരുന്നുണ്ട്. ദെൻ ഈ ഫിഗറിൽ സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഫിഗറിലേക്ക് വരുമ്പോൾ 1 2 3 4 നിങ്ങൾക്ക് 4 എണ്ണം കാണാനായിട്ട് പറ്റുന്നുണ്ടാവും മെഗാസ്പോറുകൾ. ഈ 4 മെഗാസ്പോറിൽ നിന്നിട്ട് കണ്ടോ 1 2 3 4 3 എന്ത് പറ്റും മക്കളെ?
ഡീജനറേറ്റ് ചെയ്ത് പോകും. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മെഗാസ്പോറോജനസിസ് കഴിഞ്ഞുണ്ടാകുന്ന 4 മെഗാസ്പോറുകളിൽ ഒരെണ്ണം മാത്രമായിരിക്കും ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ആയിട്ട് മാറുന്നത്. ഓക്കെ ആണല്ലോ? താഴെ കാണുന്നുണ്ടല്ലോ, ഈ 4 എണ്ണത്തിൽ 3 എണ്ണം യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഡീജനറേറ്റ് ചെയ്ത് പോയിക്കോളും. And only one become a functional megaspore. ഒറ്റൊരെണ്ണം മാത്രമായിരിക്കും ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു മെഗാസ്പോർ ആയിട്ട് മാറുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ, സെറ്റ് ആയിരിക്കുമല്ലോ. ഇനി ഈ ഒരു ഫങ്ഷണൽ മെഗാസ്പോറിന് എന്ത് സംഭവിക്കും? ഇതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം. ഈ സംഭവിക്കാൻ പോകുന്ന കാര്യത്തിലേക്ക് കടന്ന് ഇതുണ്ടാവുന്ന എംബ്രിയോസാക്ക് ഉണ്ടാവുന്ന പ്രോസസ്സാണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് തിയറി പാർട്ടിനെ നോക്കാം. അതിന്റെ സർ ഒന്ന് മൂവ് ചെയ്തോളൂ, എന്നിട്ട് നമുക്ക് തിരിച്ച് ഫിഗറിലേക്ക് വരാം. ഓക്കെ, യെസ്. അപ്പോ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഫങ്ഷണൽ മെഗാസ്പോറിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം അല്ലെ? 4 എണ്ണം ഉണ്ടായി, അതിൽ ഒരെണ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഫങ്ഷണൽ ആയിട്ട് ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി 3 എണ്ണം ഡീജനറേറ്റ് ചെയ്ത് ഓൾറെഡി പോയി കഴിഞ്ഞു. ഇനി ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഡെവലപ്മെന്റിൽ ഇയാൾക്ക് എന്താണ് റോൾ എന്നുള്ളത് നോക്കാം. മെജോറിറ്റി ഓഫ് ദി ഫ്ലവറിംഗ് പ്ലാന്റ്സ് വൺ ഓഫ് ദി മെഗാസ്പോർ ഇസ് ഫങ്ഷണൽ. കണ്ടോ, നമ്മൾ ഓൾമോസ്റ്റ് ഏത് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് എടുത്തു കഴിഞ്ഞാലും 4 മെഗാസ്പോർ ഉണ്ടാവണമെങ്കിൽ ഒരെണ്ണം മാത്രമേ നമുക്ക് ഫങ്ഷണൽ ആയിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, while the other 3 degenerate, ബാക്കിയുള്ള 3 എണ്ണം എന്ത് പറ്റും, ഡീജനറേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. Only the functional megaspore develops into female gametophyte. ഫങ്ഷണൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരേ ഒരു മെഗാസ്പോർ മാത്രമായിരിക്കും എന്ത് സംഭവിക്കാം, ഒരു ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എംബ്രിയോസാക്ക് ആയിട്ട് ഫോം ചെയ്യുള്ളൂ. ഒരു എംബ്രിയോസാക്ക് ഉണ്ടാകണമെങ്കിൽ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോർ തന്നെ ഡെവലപ്പ് ചെയ്താലേ ഒരു എംബ്രിയോസാക്ക് അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ കേട്ടോ. ആൻഡ് ദ എംബ്രിയോസാക്ക് ഡെവലപ്സ് ഫ്രം എ സിംഗിൾ ഹാപ്ലോയിഡ് മെഗാസ്പോർ ഇസ് കോൾഡ് മോണോസ്പോറിക് എംബ്രിയോസാക്ക്. അതായത് ഒരു ഒറ്റ ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോറിൽ നിന്ന് ഉണ്ടാകുന്ന എംബ്രിയോസാക്കിന്റെ ഡെവലപ്മെന്റിന് നമ്മൾ എന്ത് പറയും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എംബ്രിയോസാക്കിന് എന്ത് പറയും, മോണോസ്പോറിക് എംബ്രിയോസാക്ക് എന്ന് പറയും. കാരണം ഒരു സിംഗിൾ ഫങ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോറിൽ നിന്നാണ് അത് ഉണ്ടായിരിക്കുന്നത്. സച്ച് കൈൻഡ് ഓഫ് ഡെവലപ്മെന്റ്സ് ആർ കോൾഡ് മോണോസ്പോറിക് എംബ്രിയോസാക്ക്. അത്തരത്തിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന എംബ്രിയോസാക്കുകളെയാണ് നമ്മൾ മോണോസ്പോറിക് എംബ്രിയോസാക്ക് എന്ന് വിളിക്കുക. ആൻഡ് ഇറ്റ് ഈസ് ദ കോമൺ ടൈപ്പ് ഓഫ് എംബ്രിയോസാക്ക് ഡെവലപ്ഡ് ഫൗണ്ട് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതായത് എല്ലാ കേസിലും ഓൾമോസ്റ്റ് എല്ലാ ഫ്ലവറുകളും എടുത്ത് നോക്കുമ്പോഴും അതിനകത്തൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എംബ്രിയോസാക്ക് എന്ന് പറയുന്നത് മോണോസ്പോറിക് എംബ്രിയോസാക്ക് ആണ്. മോണോസ്പോറിക് ഡെവലപ്മെന്റ് കാണിക്കുന്ന എംബ്രിയോസാക്കുകളാണ് അത്തരത്തിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന എല്ലാം തന്നെ. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ല. സാർ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് ഒന്ന് മൂവ് ചെയ്ത് ദി ഫങ്ഷണൽ മെഗാസ്പോർ, അതായത് ഹാപ്ലോയിഡ് കണ്ടീഷനിലുള്ള ഫങ്ഷണൽ മെഗാസ്പോർ ഇസ് ദ ഫസ്റ്റ് സെൽ ഓഫ് ദി ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ്. ഒരു ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് സെൽ എന്ന് പറയുന്നത് ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു മെഗാസ്പോറ ജെനസിസ് കഴിഞ്ഞ് ഒരു ഫങ്ഷണൽ മെഗാസ്പോർ കിട്ടി. അതാണ് ഒരു എംബ്രിയോസാക്ക് അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാകുന്നതിന്റെ ഫസ്റ്റ് സെൽ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് പിന്നീട് ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ദ ന്യൂക്ലിയസ് ഓഫ് ദി ഫങ്ഷണൽ മെഗാസ്പോർ ഡിവൈഡ്സ് ഫ്രീ മൈറ്റോട്ടിക്കലി ടു ഫോം 2 nuclei which move to opposite poles and form 2 nucleate embryosac. മക്കളെ ശ്രദ്ധിക്കുക, ഒറ്റൊരു ന്യൂക്ലിയസ് ആണ് നമ്മുടെ മെഗാസ്പോറിനകത്ത് ഉണ്ടാവുക അല്ലെ. അതിന് എന്ത് പറ്റും, ഫ്രീ മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്തു എന്ന് പറയും. ദാറ്റ് മീൻസ് അതിന് മൈറ്റോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ നടക്കും, മൈറ്റോസിസ് നടക്കുവാണ് കേട്ടോ. മെഗാസ്പോറിനകത്തുള്ള, ശ്രദ്ധിക്കണം, മെഗാസ്പോർ എന്ന് പറയുന്ന സിംഗിൾ സെല്ലിനകത്തുള്ള ഒരു ന്യൂക്ലിയസിന് ഫ്രീ മൈറ്റോസിസ് ഡിവിഷൻ നടക്കുന്നു. അതെന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്തിട്ട് 2 പുതിയ ന്യൂക്ലിയസ് ആകുന്നു. ഇവിടെ ഫസ്റ്റ് ഫിഗറിൽ നിങ്ങൾ നോക്കിയാൽ ആ 2 ന്യൂക്ലിയസ് ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റുമല്ലോ. ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകുന്നില്ലേ? ഇനി സെക്കൻഡ് ഫിഗറിൽ നോക്കിക്കേ, ആ ഓപ്പോസിറ്റ് പോൾസിൽ ഇരിക്കുന്ന ഓരോ ന്യൂക്ലിയസിനും അഗൈൻ വീണ്ടും മൈറ്റോസിസ് നടക്കുന്നു. അവിടെ 2 പോൾസിലും അതിന്റെ നമ്പർ എണ്ണം കൂടി വരുന്നുണ്ട്. 2+2 ആയി. ദെൻ അടുത്ത കേസിലേക്ക് വരുമ്പോൾ അത് 4+4 ആയി. ദെൻ അതിനവിടെ റീഅറേഞ്ച്മെന്റ് നടക്കുന്നു. ഫൈനലി നമുക്ക് മെച്യൂർ ആയിട്ടുള്ള ഒരു എംബ്രിയോസാക്ക് അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിന്റെ സ്ട്രക്ചർ കിട്ടുകയാണ്. അപ്പൊ ഈ ഫിഗർ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് സാർ ഇനി പറയുന്ന കാര്യങ്ങൾ നോക്കാം. ഓക്കെ സാർ, ഒന്ന് നെക്സ്റ്റ് മൂവ് ചെയ്യാം. നോക്കിക്കേ, ദ ന്യൂക്ലിയസ് അറ്റ് ഈച്ച് പോൾ, ഞാൻ പറഞ്ഞില്ലേ 2 പോൾസിലേക്ക് പോയ ഓരോ ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു. അവ 2 എന്ത് ചെയ്യുന്നുണ്ടാകും, ഡിവൈഡ്സ് 2 സീക്വൻഷ്യൽ ഫ്രീ ന്യൂക്ലിയർ മൈറ്റോട്ടിക് ഡിവിഷൻ ആൻഡ് ഫോം 4 ന്യൂക്ലിയേറ്റ് ആൻഡ് ലേറ്റർ 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജ് ഓഫ് എംബ്രിയോസാക്ക്. നമ്മൾ പറഞ്ഞു 2 ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോയിരുന്നു ഓരോരുത്തർ വീതം. വീണ്ടും അവർക്ക് ഫ്രീ ന്യൂക്ലിയസിന് ഫ്രീ മൈറ്റോസിസ് നടക്കുമ്പോൾ ആദ്യം 4 എണ്ണം ഉണ്ടാകും. അപ്പൊ എംബ്രിയോസാക്കിനകത്ത് 4 ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് 8 ന്യൂക്ലിയസ് ഉണ്ടാവും. അപ്പോൾ 8 ന്യൂക്ലിയസ് ആകുന്നത് വരെ എംബ്രിയോസാക്കിനകത്ത് ഈ പറയുന്ന
ഫ്രീ മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിക്കും. ഫ്രീലി അത് ഡിവൈഡ് ചെയ്തിട്ട് 8 ന്യൂക്ലിയസ് ഉള്ള കണ്ടീഷനിലേക്ക് എത്തും. ഓക്കെ, then 4 polar nuclei are located at micropolar end and the other 4 are chelazal end. ഈ 8 എണ്ണം ഉണ്ടായതില് 4 പോളാർ ന്യൂക്ലിയസ് അല്ലെങ്കിൽ 4 ന്യൂക്ലിയകൾ നിൽക്കുന്ന എവിടെ ആയിരിക്കും? 2 എൻഡ് ഉണ്ടല്ലോ എംബ്രിയോസാക്കിന്. നമ്മളിപ്പം നമ്മുടെ ഈ പറയുന്ന ഒബ്യൂളിന്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നതാണ്, ഒരു മൈക്രോപൈലാർ എൻഡും ഉണ്ടാകും, ഒരു ചലാസൽ എൻഡും ഉണ്ടാകും. അപ്പൊ ഈ 8 ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നതിൽ 4 ന്യൂക്ലിയസ് എങ്ങോട്ട് പോകും? ചലാസൽ എൻഡിൽ പോയിട്ട് കൂടി നിൽക്കും. ബാക്കി 4 എണ്ണം വന്നിട്ട് എവിടേക്ക് വരും? നമ്മുടെ മൈക്രോപൈലാർ എൻഡിലേക്ക് വരും. അപ്പൊ അങ്ങനെ ഓപ്പോസിറ്റ് പോൾസിലേക്ക് കുറച്ച് 4 എണ്ണം ചലാസൽ എൻഡിലും 4 എണ്ണം ദെൻ നമ്മുടെ എവിടെ വരും? യെസ്, മൈക്രോപൈലാർ എൻഡിലുമായിട്ട് വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോ ടോട്ടൽ 8 എണ്ണം അതിനകത്ത് ഉണ്ടല്ലോ. ഇനിയാണ് സംഭവിക്കുന്നത്, ആഫ്റ്റർ ദി 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജ്, ഈ 8 ന്യൂക്ലിയസ് ഉള്ള സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദി സെൽ വാൾസ് ആർ ലെറ്റ് ഡൗൺ ലീഡിംഗ് ടു ദ ഓർഗനൈസേഷൻ ഓഫ് ടിപ്പിക്കൽ എംബ്രിയോസാക്. ഈ ന്യൂക്ലിയസുകൾക്ക് ചുറ്റും അവർ ഓരോരുത്തരും ഓരോ സെല്ലുകളായിട്ട് മാറേണ്ടവരാണ്. അപ്പൊ അവർക്ക് ചുറ്റും എന്താണ് സംഭവിക്കുക? യെസ്, പതിയെ പതിയെ സെൽ വാൾ ഇങ്ങനെ ജനറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. സെൽ വാൾ ഉണ്ടാകുന്ന ഒരു പ്രോസസ് അവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ദെൻ 6 of the 8 nuclei are surrounded by cell wall. ഈ 8 എണ്ണത്തില് 6 ന്യൂക്ലിയസിന് ചുറ്റും എന്ത് പറ്റും? സെൽ വാൾ വരും. ആൻഡ് ഓർഗനൈസ്ഡ് ഇൻടു സെൽസ്. ഈ 6 എണ്ണം എന്ത് പറ്റി? സെൽ വാൾ വന്ന് 6 സെല്ലുകളായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ബാക്കി 2 എണ്ണോ ദ റിമൈനിങ് 2 ന്യൂക്ലിയൈ, അതിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുക പോളാർ ന്യൂക്ലിയൈ എന്നാണ്. ബാക്കി നിൽക്കുന്ന 2 പോളാർ ന്യൂക്ലിയൈ മൂവ് ടുവാർഡ്സ് ദ സെന്റർ ഓഫ് ദി എംബ്രിയോസാക് ആൻഡ് ഫോം എ സിംഗിൾ ലാർജ് സെൻട്രൽ സെൽ. അപ്പോ 6 പേർക്ക് ചുറ്റും സെൽ വാൾ വരുന്നു, അവർ അതിനകത്ത് 6 സെൽസ് ആയിട്ട് മാറുന്നു. ആഫ്റ്റർ ദാറ്റ് എന്ത് സംഭവിക്കും? ബാക്കിയുള്ള 2 പേര് പോളാർ ന്യൂക്ലിയൈ എന്ന് വിളിക്കാം. ഇവർ 2 പേരും കൂടെ സെൽ ഒന്നും കൊണ്ടുവരുന്നില്ല. ഇവർ നേരെ എങ്ങോട്ട് പോകും? ഈ എംബ്രിയോസാക്കിന്റെ സെന്ററിലേക്ക് നേരെ പോയിട്ട് അവിടെ ചെന്ന് ഒരു സിംഗിൾ ഒരു ലാർജ് സെൻട്രൽ സെല്ലായിട്ട് അവിടെ ലൊക്കേറ്റ് ചെയ്യും. ഓക്കെ ആണോ? ഒരു ലാർജ് സെൻട്രൽ സെല്ലായിട്ട് എംബ്രിയോസാക്കിന്റെ നടുവിൽ ഇരിക്കും ബാക്കി വരുന്ന 2 പോളാർ ന്യൂക്ലിയയും കൂടെ. പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഫൈനൽ ഇവിടെ കിടക്കുന്ന ഒരു സാധനം കണ്ടോ? ഈ പ്രോസസ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. മൈറ്റോസിസ് കഴിഞ്ഞിട്ട് കണ്ടല്ലോ, 2 4 ആയി, 4 8 ആയി. ആ 8 എണ്ണത്തിൽ ഈ ഒരു ഫിഗറിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സെല്ലിന്റെ ഫോർമേഷൻ കണ്ടോ? ഓരോ ന്യൂക്ലിയസ് നടുക്ക് നിൽക്കുന്ന ഈ 2 ന്യൂക്ലിയസ് ഒഴിച്ച് ബാക്കി ഇവിടേക്ക് പോയിരിക്കുന്ന ഈ പറയുന്ന 3 എണ്ണം, ഇവിടേക്ക് പോയിരിക്കുന്ന ഈ 3 എണ്ണത്തിന് എന്ത് പറ്റും? സെൽ വാൾ ഫോം ചെയ്യുന്നുണ്ട്. തന്നെ സെൽ വാൾ ഫോം ചെയ്തിട്ട് ലാസ്റ്റ് ഫിഗറിലേക്ക് നോക്കിയാൽ 1 2 3 ഒരു എൻഡ് കണ്ടല്ലോ. ചലാസൽ എൻഡിൽ 1 2 3 എന്ന് പറയുന്ന 3 സെൽസ് അറേഞ്ച് ചെയ്തു. ദെൻ താഴേക്ക് വന്നിട്ട് 1 2 ഇതിന്റെ ബാക്കിൽ ഒളിച്ചിരിക്കുന്ന പോലെ ഒരു കുഞ്ഞി ചെറുത് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കി 3 എണ്ണം സെൽ വാളൊക്കെ ഫോം ചെയ്ത് ഇവിടെ വന്നു. ദെൻ 2 എണ്ണം ഉണ്ട്. ആ 2 എണ്ണം നമ്മൾ എന്താ പറഞ്ഞത്? ഇത് 2 പോളാർ ന്യൂക്ലിയൈ ആണ്. ഇത് നേരെ ഈ എംബ്രിയോസാക്കിന്റെ സെന്ററിലേക്ക് പോയിട്ട് 2 പേരുടെ ഒരുമിച്ച് അവിടെ ഇരിക്കും. അവരെ നമ്മൾ സെൻട്രൽ സെൽ എന്ന് വിളിക്കും. സെൻട്രൽ സെൽ. അപ്പോ 3 + 3 6 ആയി, 6 + 2 8 ആയി. 8 പേര് ഇതിനകത്ത് തന്നെ ഉണ്ട്. പക്ഷെ ഇത് രണ്ടും കൂടെ ഒരു സെല്ലായിട്ട് ഒരുമിച്ച് കയറി സെൻട്രൽ സെൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എംബ്രിയോസാക്കിന്റെ നടുവിലായിട്ട് ലൊക്കേറ്റ് ചെയ്യാണ്. ഓക്കെ ഓക്കെ സർ, നെക്സ്റ്റ് ഫിഗറിലേക്ക് പോകുമ്പോൾ മക്കളെ നമുക്ക് ഈ എംബ്രിയോസാക്കിന്റെ സ്ട്രക്ചർ ഒന്ന് എൻലാർജ് ചെയ്ത് പഠിക്കണം. കാരണം എന്താ വെച്ചാൽ ഈ സാധനം നമുക്ക് ഇതുപോലെ തന്നെ ചിലപ്പോൾ എക്സാമിന് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇത് ലേബൽ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. ഈ 2 കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇതിന്റെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. എല്ലാ വർഷവും ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ. എംബ്രിയോസാക്ക് ബേസ് ചെയ്തിട്ട് നിർബന്ധമായിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന് ഉണ്ടായിരിക്കും. അപ്പൊ ഇത് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി 8 സെല്ലുകളാണ് ഇതിലുള്ളത്. ഈ 8 എണ്ണത്തിൽ 3 എണ്ണം ചലാസൽ എൻഡിലും ബാക്കി 3 എണ്ണം മൈക്രോപൈലാർ എൻഡിൽ ഇരിക്കുന്നു. 2 എണ്ണം കൂടെ ഒരുമിച്ചിട്ട് സെൻട്രൽ സെൽ എന്നും പറഞ്ഞിട്ട് ഇരിക്കുന്നു എന്നും പറഞ്ഞു. അപ്പൊ ഈ 2 എൻഡുകളിലുള്ള 2 എൻഡുകൾ ചലാസൽ എൻഡിലുള്ളതും അതേപോലെ മൈക്രോപൈലാർ എൻഡിലുള്ളതുമായിട്ടുള്ള ആളുകളെയൊക്കെ പഠിക്കണം. ഇതിന്റെ പാർട്സ് ലേബിൾ ചെയ്യാനാണ് ചോദിക്കാറ്. ഇവിടെ ടോപ്പിൽ നോക്കിയാൽ ആന്റി പോഡൽസ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന 3 സെൽസ് കാണാം. അപ്പൊ ഈ ഒരു എൻഡിൽ വരുന്നത് 3 ആന്റി പോഡൽസ് ആണ്. 3 പേരുടെയും പേര് ആന്റി പോഡൽസ് എന്നാണ്. ഇപ്പൊ പഠിച്ചു വെക്കണം കേട്ടോ. ആന്റി പോഡൽസ് എന്നാണ് പേര്. ആന്റി പോഡൽസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അടുത്ത എൻഡിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ എന്ത് കാണാൻ പറ്റും? യെസ്, സിനർജിറ്റ്സ് എന്ന് പറയുന്നത് 2 എണ്ണം ഒരുപോലെ ഇരിക്കുന്ന 2 എണ്ണം കണ്ടല്ലോ. അതെ, ഇത് ഈ 2 എണ്ണത്തിനെ കോമൺ ആയിട്ട് 2 പേരെയും കൂടെ വിളിക്കുന്നത് സിനർജിറ്റ്സ് എന്നാണ്. 2 സിനർജിറ്റ്സ്. അപ്പോ 3 ആന്റിപോഡൽസ്, 2 സിനർജിറ്റ്സ്. ഈ 2 സിനർജിറ്റ്സിന്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു ഹൈഡ് ചെയ്ത് ഒളിച്ചിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഒരു ചെറുതിനെ കാണാൻ പറ്റുന്നില്ലേ? അതിനെ നമ്മൾ വിളിക്കുക എഗ് എന്നാണ്. അപ്പോ 2 സിനർജിറ്റ്സിന്റെ ബാക്കിൽ ഒരു എഗ് ഇരിക്കുന്നുണ്ട്. അപ്പോ 3 ആന്റിപോഡൽസ്, 2 സിനർജിറ്റ്സ്, അതിന്റെ പിന്നിൽ ഒരു എഗ്, ദെൻ നടുവിലായിട്ട് പോളാർ ന്യൂക്ലിയൈസ് 2 എണ്ണം ഒരുമിച്ചാണ് ഇരിക്കുന്നത്. സോ അവരെ സെൻട്രൽ സെൽ എന്ന് വിളിക്കും. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക.
1 2 3 4 5 6 7 8 8 ന്യൂക്ലിയസ് ഇതിനകത്തുണ്ട്. പക്ഷെ സെല്ല് നോക്കിക്കേ 1 2 3 4 5 6 ഇതിനെങ്ങനെയാ പറയാൻ പറ്റുക? ഇത് 2 സെല്ലല്ലോ, രണ്ടും കൂടെ ഒരു സിംഗിൾ സെല്ലായിട്ടായിരിക്കുന്നത്. സോ 7 സെൽസ്. അപ്പോൾ മൊത്തത്തിൽ എംബ്രിയോ സാക്കിനകത്ത് 7 സെല്ലുകളും 8 ന്യൂക്ലിയസുകളും ഉണ്ട് കേട്ടോ. 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റ് കണ്ടീഷനിലാണ് നമ്മുടെ എംബ്രിയോസാക്ക് ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ, മറക്കരുത്. 7 സെൽസും 8 ന്യൂക്ലിയസും ആണ് എംബ്രിയോസാക്കിനകത്ത് വരുന്നത്. 3 ആന്റിപോഡൽസ് ഉണ്ട്, 2 സിനർജിഡ്സ് ഉണ്ട്, ഒരു എഗ് ഉണ്ട്. ആൻഡ് ഈ താഴെ ഇരിക്കുന്ന ഈ എഗ്ഗും സിനർജിഡ്സും കൂടി ഇരിക്കുന്ന ഈ മൊത്തം സ്ട്രക്ചർ ഇല്ലേ, ഇതിനെ നമ്മൾ എഗ് അപ്പാരറ്റസ് എന്നാണ് പറയാ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടാകും. ഈ സിനർജിഡ്സിന്റെ താഴെ ചുമ്മാ നമ്മുടെ എന്താ പറയാ ഒരു ലീഫ് പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ കണ്ടോ, ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രക്ചർ കണ്ടോ. ഈ ഫിലിഫോം അപ്പാരറ്റസ് എപ്പോഴും സിനർജിഡ്സിന് താഴെ ഇരിക്കുന്നുണ്ടാകും. ഫിലിഫോം അപ്പാരറ്റസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇപ്പോ പോളൻ ജെർമിനേഷൻ കഴിഞ്ഞ് പോളൻ ട്യൂബ് താഴേക്ക് വന്ന് ഈ പറയുന്ന സിനർജിഡ്സിനകത്തേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് എന്താണ്, ആ പോളൻ ട്യൂബിനെ ഇതിനകത്തേക്ക് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ് നമ്മുടെ ഫിലിഫോം അപ്പാരറ്റസ്. ഫിലിഫോം അപ്പാരറ്റസ് വഴിയാണ് പോളൻ ട്യൂബ് എംബ്രിയോസാക്കിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഇത്രയും പാർട്സ് ലേബൽ ചെയ്യാൻ പഠിക്കണം, ഫിഗർ ഒന്ന് വരയ്ക്കാനൂടെ പഠിച്ചിട്ടുണ്ടാവണം. എക്സാമിന് ഈ 2 രീതിയിലാണ് ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവാം. സെറ്റ് അല്ലേ? ഇനി നമുക്ക് എംബ്രിയോസാക്കിനകത്ത് എങ്ങനെയാണ് ഈ സെൽസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് ജസ്റ്റ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി സെൽസ് വിത്തിൻ ദ എംബ്രിയോസാക്ക്. എംബ്രിയോസാക്കിനകത്ത് ഏത് രീതിയിലാണ് ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. The 3 cells are grouped together at the micropylar end and form the 3-celled egg apparatus. എന്താണ് 3 സെൽസ്, 3 സെല്ലുകള് ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്തിട്ട് മൈക്രോപൈലാർ എൻഡില് 3 സെല്ലുകളുള്ള ഒരു എഗ് അപ്പാരറ്റസ് ഉണ്ടായിട്ടുണ്ട്. ഹാപ്ലോയിഡ് കണ്ടീഷനുള്ള എഗ് അപ്പാരറ്റസ് വിച്ച് കൺസിസ്റ്റ് ഓഫ്, ഈ എഗ് അപ്പാരറ്റസിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നത്, 2 സിനർജിഡ്സ് ഉണ്ട്, ഒരു എഗ് സെല്ലും ഉണ്ട്. ആ എഗ് സെല്ലാണ് ഫീമെയിൽ ഗാമേറ്റ്. മനസ്സിലായോ? എഗ് സെല്ലാണ് ഫീമെയിൽ ഗാമേറ്റ് അറ്റ് ദി സെന്റർ. അതായത് ലാറ്ററലി താഴെ 2 സിനർജിഡ്സും ആ 2 സിനർജിഡ്സിന് പുറകിലായിട്ട് ഒരു എഗ് അപ്പാരറ്റസ്, എഗ് കൂടെ ഇരിക്കുന്ന എഗ് അപ്പാരറ്റസ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞ മൈക്രോപൈലാർ എൻഡിലാണ്. മൈക്രോപൈലാർ എൻഡിലായിട്ട് ഇത് 3ഉം കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക. ദെൻ സിനർജിഡ്സ് ഹാവ്, സിനർജിഡ്സ് എങ്ങനെയാ, എൻ കൊടുത്തിട്ടുണ്ട്, ഹാപ്ലോയിഡ് ആണ്, പ്രശ്നമില്ലല്ലോ. ഹാപ്ലോയിഡ് ആയിട്ടുള്ള സിനർജിഡ്സ് ദേ ഹാവ് സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ്സ് അറ്റ് ദി മൈക്രോപൈലാർ ടിപ്പ് കോൾഡ് ഫിലിഫോം അപ്പാരറ്റസ്. വെരി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ മൈക്രോപൈലാർ എൻഡില് സിനർജിഡ്സിനകത്ത് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് സെല്ലുലാർ തിക്കനിങ് കാണാനായിട്ട് പറ്റും. അതിന്റെ പേരാണ് ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത്. വിച്ച് ഹെൽപ്സ് ഇൻ ഗൈഡിങ് ദ പോളൻ ട്യൂബ് ഇൻ ടു ദ സിനർജിഡ്സ്. ഈ പുള്ളിക്കാരൻ, ഈ ഫിലിഫോം അപ്പാരറ്റസ് എന്താ ചെയ്യുന്നത്, പോളൻ ട്യൂബിനെ സിനർജിഡ്സിനകത്തേക്ക് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ് നമ്മുടെ ഫിലിഫോം അപ്പാരറ്റസ്. ഓക്കെ ആയല്ലോ, 2 പോയിന്റ്സ് ഓക്കെ അല്ലേ? ദെൻ നമുക്ക് ഇതിന്റെ ഫർദർ അടുത്ത കാര്യങ്ങൾ എന്താന്നുള്ളത് നോക്കാം. യെസ്, the 3 cells at the ചലാസൽ എൻഡ്. നമ്മൾ ഓക്കെ ഇപ്പൊ പറഞ്ഞത് മൈക്രോപൈലാർ എൻഡിലത്തെ സെൽസിന്റെ കാര്യമാണ്. ബാക്കി നമ്മുടെ ചലാസൽ എൻഡിൽ ഇതുപോലെ തന്നെ 3 സെല്ലുകൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ചലാസൽ എൻഡിലുള്ള 3 സെല്ലുകൾ എന്ത് ചെയ്യുന്നുണ്ടാകും, 3 സെല്ലുകളുടെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു 3 ആന്റിപോഡൽസ്, 3 ആന്റിപോഡൽസും ഹാപ്ലോയിഡ് കണ്ടീഷനിൽ കണ്ടോ. അവിടെ ആന്റിപോഡൽസ് 3 ഇരിക്കുന്നുണ്ട്, അവർ 3 പേരും ഹാപ്ലോയിഡ് ആയിരിക്കും. ദെൻ the remaining 2 nuclei, ബാക്കി വരുന്ന 2 ന്യൂക്ലിയസ്, 1 ഫ്രം ഈച്ച് പോൾ, ഇവിടെ നിന്നുള്ള ഒരെണ്ണം ഉണ്ടാകും, താഴെ നിന്നുള്ള ഒരെണ്ണം ഉണ്ടാകും. അവർ 2 പേരോട് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ടുവേർഡ്സ് ദി സെന്റർ ഓഫ് ദി എംബ്രിയോസാക്ക്, എംബ്രിയോസാക്കിന്റെ സെന്ററിലേക്ക്, നടുവിലേക്ക് മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഫോം സിംഗിൾ ലാർജ് സെൻട്രൽ സെൽ. അങ്ങനെ ഒരു ഒറ്റ വലിയ സെൻട്രൽ സെൽ, രണ്ടുകൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിനെ വിളിക്കുന്നതാണ് സെൻട്രൽ സെൽ എന്ന് കേട്ടോ. 2 പേരോട് ഒരുമിച്ച് വന്നിട്ട് സെൻട്രൽ സെല്ലായിട്ട് അവിടെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടാകും. 2 ന്യൂക്ലിയ ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, N+N, ഹാപ്ലോയിഡും ഹാപ്ലോയിഡ്, 2 ഹാപ്ലോയിഡുകൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് അവരൊരു ഒറ്റ ഒരു സിംഗിൾ സെല്ലായിട്ട്, സെൻട്രൽ സെല്ലായിട്ട് എംബ്രിയോസാക്കിന്റെ നടുവിൽ നിൽക്കുന്നത്. Thus a typical angiosperm embryosac at maturity through 8 nucleate and 7 cell stage. അതാണ് സാർ നേരത്തെ പറഞ്ഞത്. ഇത്തരത്തില് ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേമിന്റെ എംബ്രിയോസാക്ക് എന്ന് പറയുന്നത് ഫുള്ളി അത് മെച്യൂർഡ് ആയി കഴിയുമ്പോൾ, അറ്റൈനിങ് മെച്യൂരിറ്റി, അവർ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ പറയുന്നത്, അവർക്ക് 8 ന്യൂക്ലിയേറ്റ് 7 സെൽഡ് സ്റ്റേജ് ആണെന്ന് പറയാം. 8 ന്യൂക്ലിയസുകളും 7 സെല്ലുകളും മാത്രമുള്ള ഒരു സ്റ്റേജ് ആണ് നമുക്ക് ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേമിന്റെ എംബ്രിയോസാക്ക് ഫുള്ളി മെച്യൂർഡ് ആയി കഴിയുമ്പോൾ. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ.
ഇനി നമുക്ക് അപ്പൊ നമ്മൾ മൈക്രോസ്പോറോജെനിസിസ് ഓൾറെഡി കഴിഞ്ഞതാണ്. ഇപ്പൊ നമ്മുടെ മെഗാസ്പോറോജെനിസിസ് കഴിഞ്ഞിട്ട് മെഗാസ്പോർ ഉണ്ടായി, ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ഉണ്ടായി, അതിനകത്തുനിന്ന് ഫീമെയിൽ ഗാമേറ്റ്, ഈ എഗ്ഗിനെയാണ് പറയുന്നത് ഫീമെയിൽ ഗാമേറ്റ്. അപ്പൊ ആ ഫീമെയിൽ ഗാമേറ്റ് ഉണ്ടാകുന്നത് വരെ, എഗ് ഉണ്ടാകുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണ് ഈ പറയുന്ന മൈക്രോസ്പോറോജെനിസിസും മെഗാസ്പോറോജെനിസിസും തമ്മിലുള്ള ഡിഫറൻസസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? ഒരെണ്ണം മെയിലിന്റെ ആണ്, ഒരെണ്ണം ഫീമെയിലിന്റെ ആണ്, അതന്നെ ഒരു ഡിഫറൻസ് അല്ലേ? സോ നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോസ്പോറോജെനിസിസ് ആൻഡ് മെഗാസ്പോറോജെനിസിസ്. ഇവിടെ മൈക്രോസ്പോറോജെനിസിസിലേക്ക് മക്കൾ നോക്കുമ്പോൾ ദ പ്രോസസ് ഓഫ് ദി ഫോർമേഷൻ ഓഫ് എ ഹാപ്ലോയിഡ് മൈക്രോസ്പോർ ഫ്രം മൈക്രോസ്പോർ മദർ സെൽ, ഒരു മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്നിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോറുകൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയാം. ആൻഡ് മെഗാസ്പോറോജെനിസിസിലേക്ക് വരുമ്പോഴോ ദ process of formation of a haploid megaspore from megaspore mother cell, megaspore mother cellൽ നിന്നിട്ട് ഹാപ്ലോയിഡ് തന്നെ ആയിട്ടുള്ള മെഗാസ്പോറുകൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് മെഗാസ്പോറോജെനിസിസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് മൈക്രോസ്പോറോജെനിസിസ് വിത്തിൻ ദ മൈക്രോസ്പൊറാഞ്ചിയം ഓഫ് ആന്തർ, മൈക്രോസ്പോറോജെനിസിസ് നടക്കുന്നത് ആന്തറിന്റെ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് വെച്ചിട്ടാണ്. Then megasporogenesis within the nucellus of the megasporangium, megasporangium അകത്തുള്ള ന്യൂസെല്ലസിനുള്ളിലാണ് മെഗാസ്പോറോജെനിസിസ് നടക്കുന്നത്. സിംഗിൾ സെൽ ബിക്കം MMC, that is megaspore mother cell. ഒരു സിംഗിൾ സെല്ല് മെഗാസ്പോർ മദർ സെൽ ആയിട്ട് മാറും, which produce 4 haploid megaspore. ഇതിന് 4 ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോറുകൾ ഉണ്ടാകും. ഓക്കെ, then ഇവിടെ ലാസ്റ്റ് പോയിന്റ് നോക്കുക ഡിഫറൻസിനകത്ത്. ഈച്ച് മൈക്രോസ്പോർ മദർ സെൽ അണ്ടർഗോ മിയോസിസ് ആൻഡ് പ്രൊഡ്യൂസസ് എ ടെട്രാഡ്. ഓരോ മൈക്രോസ്പോർ മദർ സെൽ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് മിയോസിസ് നടന്നിട്ട് അല്ലെങ്കിൽ മിയോട്ടിക്കലി അത് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് പറ്റുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു ടെട്രാഡ് ഉണ്ടാകും. 4 എണ്ണം ഉള്ളതിനെ ടെട്രാഡ് എന്ന് വിളിക്കാം, മൈക്രോസ്പോർ ടെട്രാഡ് എന്നാണ് നമ്മൾ വിളിച്ചിരുന്നത്. which separates and each develops into haploid male gamete. ഈ 4 എണ്ണം സെപ്പറേറ്റ് ആയിട്ട് 4 മെയിൽ ഗാമേറ്റുകൾ നമുക്ക് കിട്ടും, ഒരു പ്രശ്നമില്ല. നോർമലി നമുക്കത് 2 സെല്ലുള്ള ഒരു പോളൻ ഗ്രെയിൻ ആയിട്ടാണ് കിട്ടുക. ഗാമേറ്റ് എന്ന് പറയുമ്പോൾ 2 സെല്ല്, ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലും ഉള്ള 2 പോളൻ ഗ്രെയിൻസ് എന്ന് പറയാം. 2 സെല്ലുള്ള പോളൻ ഗ്രെയിൻസ് ആയിട്ട് 4 മൈക്രോസ്പോർ നമുക്ക് കിട്ടും. അത് മൈക്രോസ്പോറോജെനിസിസിൽ. മെഗാസ്പോറോജെനിസിന്റെ കേസിൽ ഒരെണ്ണല്ലേ കിട്ടുള്ളായിരുന്നേ. 3 മെഗാസ്പോർസ് ടുവേർഡ്സ് ദി മൈക്രോപെലാർ എൻഡ് ഡീജനറേറ്റ്. കണ്ടോ, 3 എണ്ണം മൈക്രോപെലാർ എൻഡിലുള്ള 3 എണ്ണം ഡീജനറേറ്റ് ചെയ്ത് അങ്ങോട്ട് പോകും. ആൻഡ് 1 മെഗാസ്പോർ ആക്ട്സ് ആസ് എ ഫങ്ഷണൽ മെഗാസ്പോർ. ഒറ്റ ഒരു മെഗാസ്പോർ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടത്തുള്ളൂ? ഫങ്ഷണൽ ആയിട്ടുള്ള നോർമലി വർക്ക് ചെയ്യുന്ന ഒരു മെഗാസ്പോർ ആയിട്ട് ഒറ്റ സിംഗിൾ ഒരെണ്ണത്തിന് കിട്ടത്തുള്ളൂ. വിച്ച് പ്രൊഡ്യൂസസ് എ ഹാപ്ലോയിഡ് എംബ്രിയോ സാക്ക്. ഇതാണ് പിന്നീട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഡിഫറൻസ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ അല്ലെ? അപ്പൊ മൈക്രോസ്പോറോജെനിസിസും അതുപോലെ മെഗാസ്പോറോജെനിസിസും തമ്മിലുള്ള ഈ ഡിഫറൻസ് പോലെ തന്നെയാണ് നമ്മുടെ മെയിൽ ഗാമെറ്റോഫൈറ്റും ഫീമെയിൽ ഗാമെറ്റോഫൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് കൂടെ നമുക്ക് നോക്കണ്ടേ. ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് എന്താ നോക്കിക്കോ. ഇവിടെ പോളൻ ഗ്രെയിൻ ഓർ മൈക്രോസ്പോർ റെപ്രസെന്റ്സ് മെയിൽ ഗാമെറ്റോഫൈറ്റ്. ഒരു മെയിൽ ഗാമെറ്റോഫൈറ്റിനെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്ന ആൾ, ആ റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നത് ഒരു പോളൻ ഗ്രെയിൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഒരു മൈക്രോസ്പോർ എന്ന് വിളിക്കാം. ഒരു മൈക്രോസ്പോർ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ ആണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആള്. ഇവിടെ നോക്കിക്കോ, ഫീമെയിൽ ആണെങ്കിലോ, ഫീമെയിൽ ഗാമെറ്റോഫൈറ്റിലാണെങ്കിലോ മെഗാസ്പോർ റെപ്രസെന്റ്സ് ദ ഫസ്റ്റ് സെൽ ഓഫ് ദി ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ്. ഒരു ഫീമെയിൽ ഗാമെറ്റോഫൈറ്റിന്റെ ഫസ്റ്റ് സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു മെഗാസ്പോർ ആയിരിക്കും. ഒരു മെഗാസ്പോർ ആയിരിക്കും അവിടുത്തെ ഫസ്റ്റ് സെൽ എന്ന് പറയുന്നത്. ഇനി മെയിലിലേക്ക് വരുമ്പോൾ ഹാപ്ലോയിഡ് യൂണിന്യൂക്ലിയേറ്റ് മൈക്രോസ്പോർ ഡിവൈഡ്സ് ബൈ സിംഗിൾ മൈറ്റോട്ടിക് ഡിവിഷൻ ആൻഡ് ഫോം ട്യൂസെൽഡ് മെയിൽ ഗാമെറ്റോഫൈറ്റ്. ശ്രദ്ധിക്കുക മക്കളെ, ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് മാത്രമുള്ള മൈക്രോസ്പോർ പോളൻ ഗ്രെയിൻ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്തിട്ട്, അതായത് മൈറ്റോസിസ് എന്ന് പറയുന്ന ഡിവിഷനിലൂടെ ഡിവൈഡ് ചെയ്തിട്ട് 2 സെല്ലുള്ള മെയിൽ ഗാമെറ്റോഫൈറ്റ്, അതായത് ജനറേറ്റീവ് സെല്ലും വെജിറ്റേറ്റീവ് സെല്ലും ഉള്ള ഒരു 2 സെൽസ് വരുന്ന ഒരു പോളൻ ഗ്രെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ആയിട്ട് മെയിൽ ഗാമെറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെ ആണെങ്കിലോ സിംഗിൾ ഹാപ്ലോയിഡ് യൂണിന്യൂക്ലിയേറ്റ് ഫങ്ഷണൽ മെഗാസ്പോർ, ഒറ്റ ന്യൂക്ലിയസ് ഉള്ള ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ എന്ത് സംഭവിക്കും? 3 തവണ റിപ്പീറ്റഡ് ആയിട്ട് മൈറ്റോസിസ് സംഭവിച്ചു കഴിയുമ്പോൾ, അതായത് ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ ആണ് മൈറ്റോസിസ്, ഫ്രീ ആയിട്ട് മൈറ്റോസിസ് ഡിവിഷൻ അങ്ങ് സംഭവിക്കുകയാണ്. ആൻഡ് ഫോം 8 കണ്ടോ, 8 from 8 nucleate embryo sac finally which becomes the 7-celled 8 nucleate condition. 8 ന്യൂക്ലിയസുകളുള്ള ഒരു എംബ്രിയോ സാക്ക് ആണ് ആദ്യം ഉണ്ടാകുന്നത്. പിന്നീട് അതിലെ ഡെവലപ്മെന്റും റീഅറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ 8 ന്യൂക്ലിയസും 7 സെല്ലുമുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മുടെ എംബ്രിയോ സാക്ക് എത്തുന്നുണ്ടാവും. കണ്ടോ, 8 ന്യൂക്ലിയേറ്റഡ് 7-celled condition. And male gametophyte consists of 1 generative cell and 1 vegetative cell. നമുക്കറിയാവുന്നതല്ലേ, ഒരു മെയിൽ ഗാമെറ്റോഫൈറ്റില്
ഒരു വെജിറ്റേറ്റീവ് സെല്ല് ഉണ്ടാവും, വലിയൊരു വെജിറ്റേറ്റീവ് സെല്ലും ചെറിയ ഒരു ജനറേറ്റീവ് സെല്ലുമാണ് നമ്മുടെ മെയിൽ ഗാമറ്റോഫൈറ്റിനകത്ത് ഉണ്ടാവുക. ഫീമെയിൽ ഗാമറ്റോഫൈറ്റിലേക്ക് വരുമ്പോഴോ മെച്ചർ എംബ്രിയോസാക് ആണ്, വിച്ച് കൺസിസ്റ്റ് ഓഫ് 3 സെൽഡ് ആന്റിപോഡൽസ്. 3 ആന്റിപോഡൽസ് ഉണ്ടാകും, 3 സെല്ലുള്ള ആന്റിപോഡൽസ് ഉണ്ടാകും. ദെൻ എഗ് അപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ, അതായത് 3 സെൽഡ് തന്നെ നമുക്ക് പറയാൻ പറ്റുക, 3 സെൽഡ് എഗ് അപ്പാരറ്റസ് ഉണ്ടാകും. അതായത് ഒരു എഗ്ഗും 2 സിനർജിറ്റ്സോടെ വരുന്ന എഗ് അപ്പാരറ്റസ്, 3 സെൽഡ് എഗ് അപ്പാരറ്റസ് ഉണ്ടാകും. ആൻഡ് എ സെൻട്രൽ സെൽ വിത്ത് 2 പോളാർ ന്യൂക്ലിയൈ, നടുവിൽ 2 പോളാർ ന്യൂക്ലിയസ് ഉള്ള ഒരു സെൻട്രൽ സെല്ലും കൂടെ നമുക്ക് ഉണ്ടാവും. അപ്പൊ ടോട്ടൽ 7 സെല്ലുകളാണ് നമുക്ക് അവിടെ കിട്ടുക. ദെൻ 2 മെയിൽ ഗാമറ്റ്, ഈ തൊട്ട് വന്ന മെയിൽ ഗാമറ്റോഫൈറ്റിലേക്ക് വന്ന 2 സെൽഡ് മെയിൽ ഗാമറ്റോഫൈറ്റ് ഈസ് റിലീസ്ഡ് ഫ്രം ദി ആന്തർ. ആന്തറിൽ നിന്ന് പുറത്തേക്ക് റിലീസ് ആകുന്നത് 2 സെല്ലുള്ള മെയിൽ ഗാമറ്റോഫൈറ്റ് ആണ്. അല്ലെങ്കിൽ ദെൻ സെൽഡ് വിത്ത് ട്യൂബ് സെൽ ആൻഡ് 2 മെയിൽ ഗാമേറ്റ്സ്, 2 മെയിൽ ഗാമേറ്റ്സ് ഉണ്ടാവും കേട്ടോ. പോളൻ ഗ്രെയിൻസിന്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ മെയിൽ ഗാമറ്റോഫൈറ്റിനകത്തുനിന്ന് 2 മെയിൽ ഗാമേറ്റ് ആണ് ഉണ്ടാവുന്നത് കേട്ടോ. ആൻഡ് ഇവിടെ നോക്കുക, എംബ്രിയോ സാക്ക് ഈസ് റിറ്റെയിൻഡ് വിത്തിൻ ദ ഒവ്യൂൾ. ഈ എംബ്രിയോ സാക്ക് നമ്മുടെ ഒവ്യൂളിനകത്തായിരിക്കും റിറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ഈ പറയുന്ന നമ്മുടെ പോളൻ ഗ്രെയിൻസിന്റെ അകത്തുനിന്ന് വരുന്ന മെയിൽ ഗാമേറ്റ് ഇല്ലേ, പോളൻ ഗ്രെയിനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പോളൻ ട്യൂബ് നേരെ ഈ പറയുന്ന ഒവ്യൂളിനകത്ത് വന്ന് നമ്മുടെ സിനർജിറ്റ്സിലുള്ള മൈക്രോപൈലാർ എൻഡ് വഴി ഇടിച്ചകത്തേക്ക് കയറും. ഈ ട്യൂബിന്റെ അകത്തൂടെയാണ് ഇവിടെ പറഞ്ഞ ഈ 2 മെയിൽ ഗാമേറ്റ് നമ്മുടെ ഈ ഒവ്യൂളിനകത്ത് നിൽക്കുന്ന എംബ്രിയോസാക്കിന്റെ ഉള്ളിൽ പോയി കയറുന്നത്. കാര്യം മനസ്സിലായല്ലോ? സോ ഡിഫറൻസ് ബിറ്റ്വീൻ ഞാൻ പറഞ്ഞ മെയിൽ ഗാമറ്റോഫൈറ്റും ഫീമെയിൽ ഗാമറ്റോഫൈറ്റും നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. അതുപോലെ മൈക്രോസ്പോറോജെനസിസ് ഉണ്ടായിരുന്നു, മെഗാസ്പോറോജെനസിസ് ഉണ്ടായിരുന്നു. ഇതിന് രണ്ടിനും ഡിഫറൻസ് കോമൺ ആയിട്ടുള്ള കുറച്ച് 3-4 ഡിഫറൻസ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതെന്തായാലും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു പാർട്ട് വീഡിയോയില് നമ്മളിപ്പോ മെഗാസ്പോറോജെനസിസ് പറഞ്ഞു, ഡിഫറൻസ് ബിറ്റ്വീൻ മെഗാസ്പോറോജെനസിസ് ആൻഡ് മൈക്രോസ്പോറോജെനസിസ് പറഞ്ഞു, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസും പറഞ്ഞു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഇനി വരുന്നത് പോളിനേഷൻ എന്താണ്, പോളിനേഷന്റെ ടൈപ്സ് ഏതൊക്കെയാണ്, ദെൻ ഫർദർ ഡെവലപ്മെന്റ്, ഫെർട്ടിലൈസേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു പാർട്ട് വീഡിയോയിലായിരിക്കും നമ്മൾ പോളിനേഷൻ എന്താണെന്നും പോളിനേഷന്റെ ടൈപ്സും കാര്യങ്ങളും ഏജൻസിനൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും പോളിനേഷനും അതിന്റെ ടൈപ്സും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.